അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മളിതാ ഇന്ന് രാവിലെ തന്നെ അയൻകുട്ടി സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ ക്യാമ്പ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രാന്താണ്ടോ. അപ്പോൾ ഹൈവേയിൽ പോയിട്ട് വേണം ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈഡ് റോഡിൽ കൂടെ അവൻ പോയതാണ് കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതാ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയിട്ട് പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചായ വെക്കൽ പരിപാടികളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. മഴയുണ്ടോ, എന്താണ് അവസ്ഥ? ഇവിടെ മഴയൊന്നുമില്ല, വളരെ കുറവാണ്. മഴക്കാലമേ അല്ല. പക്ഷേ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവിടെ റോഡ് പണി, ചളിയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. എന്ത് പ്രശ്നമാണെങ്കിലും ഈ 2 മാസമല്ലേ നമുക്ക് മഴ പെയ്യുള്ളൂ. ആ സമയത്ത് പെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. തുണി ഉണങ്ങാണ്ടിരിക്കൽ, പിന്നെ എന്താ പറയുക, പുറത്ത് പോകണവർക്ക് ഡിസ്റ്റർബ്, എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു മാസം അത് സഹിച്ചാലേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഇല്ലാണ്ടിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും മഴ പെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് എന്താ പറയുക, ഈ ഒരു ഭാഗത്തേക്കാണ് തോന്നുന്നു ഇത്രയും കുറവ് തോന്നുന്നു കേട്ടോ. പാലക്കാട് ആ ഭാഗത്തേക്കൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ ഏരിയയിൽ തീരെ മഴയില്ല. എന്തായാലും ഫാസ്റ്റിങ്ങിൽ വെള്ളം കുടിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. വെള്ളം കുടിക്കാം, പക്ഷേ ഞാൻ ഒരു പ്രോപ്പർ ഡയറ്റീഷ്യൻ മൂലമെടുത്ത ഒരു ഡയറ്റ് ആയതുകൊണ്ട് അവർ പറഞ്ഞ രീതിയിലാണ് എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം ഏകദേശമൊക്കെ ആ ഡയറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നാൽ എനിക്ക് വെള്ളം ദാഹിച്ചാൽ ഞാൻ കുടിക്കാറുണ്ട്. കുടിക്കാണ്ടിരിക്കാറില്ല കേട്ടോ. വെള്ളം സീറോ കാലറി അല്ലേ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി പാല് തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോന്നായിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. വെള്ളം ധാരാളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ പിള്ളേർ കുടിക്കാൻ എടുക്കുമ്പോഴൊക്കെ ചിന്തുന്നതായിരിക്കാം മേ ബി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇതാ വേഗം ഞാൻ എന്ത് ചെയ്തു, ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായ കുടിച്ച ശേഷം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ അവന് ലഞ്ചിന് ഞാൻ കൊടുത്തു വിട്ടത്, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു വിട്ടു. ഫിഷ് കറിയും ചപ്പാത്തിയും, ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കാനേ എനിക്ക് രാവിലെ സമയം കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അവന് രാവിലെ അവന് ഷെയർ ചെയ്യുക, ഉച്ചയ്ക്ക് ഫ്രണ്ടിൻ്റെ ഫുഡ് അവർ ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇനിയിപ്പോൾ അങ്ങനെ ഷെയറിങ് ഒക്കെ അവിടെ പറ്റുമോയെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയില്ല, പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോയത്. എന്തായാലും എനിക്ക് 2 ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കാൻ സമയം കിട്ടിയില്ല ഒന്നാമത്. പിന്നെ അവനക്ക് കൊണ്ടുപോകാനും ബാഗിൽ സ്പേസും ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഒന്നും കഴിക്കാണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ഫ്രണ്ടും നീയും കൂടി ഷെയർ ചെയ്തോ, കാരണം ഫ്രണ്ട് രാവിലെ ഫുഡ് കൊണ്ടുവരില്ല എന്ന് അവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മതി പറഞ്ഞിട്ട് പിന്നെ വന്ന ശേഷം ഞാൻ അവനക്ക് വന്നതും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ടാണ് അവൻ വരാറ് കേട്ടോ. സാധാരണ ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് അതായത് സ്കൂൾ വിട്ട് വന്നതും റൈസ് കഴിക്കും. ഫിഷ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഇല്ല, റൈസ് കഴിക്കും. പിന്നെ പോയിട്ട് വരുന്നത് ഒരു 7:30 ആ ടൈമിലാണ് രാത്രി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചപ്പാത്തി ഉണ്ടാക്കിയത് അവനക്ക് വേണ്ടിയിട്ട് ഒരു 2 ചപ്പാത്തിയൊക്കെ പ്ലേറ്റിൽ അവിടെ വിളമ്പി വയ്ക്കും. അവൻ വന്നിട്ട് അവൻ കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ കഴുകി വെക്കും. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നത് അവന് പുറത്തുനിന്ന് ബിസ്ക്കറ്റ്, ലൈസ് ഇതൊന്നും മേടിച്ച് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവന് ഈ ഫുഡും കഴിച്ച് എന്തെങ്കിലും ഒരു ലൈസ് പാക്കറ്റും കഴിക്കും. ഇതാണ് അവൻ്റെ സ്വഭാവം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ എൻ്റെ പേര് ഷബാന അല്ലേ. ഞാൻ വയനാടാണ്. ജിനിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു മോട്ടിവേഷൻ കിട്ടും നിങ്ങളെ വീഡിയോ കണ്ടാൽ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഡെയിലി ഒരേ റൊട്ടീനാണെങ്കിലും അത് മടുക്കാണ്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷം കേട്ടോ. പിന്നെ വലൈക്കും അസ്സലാം പറയുന്നുണ്ട്. എന്താ വിശേഷം, സുഖമാണോ? ഫേസ്ബുക്കിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ, ഹൗ ആർ യു? ഐ എം വാച്ചിങ് ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണോ. പിന്നെ ഹായ് ജിനിത്ത, വീഡിയോ എല്ലാം സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കും ഞാൻ ഉണ്ടാക്കിയ ചായ ഇഷ്ടം.
ഓക്കെ, ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടമുണ്ടാവുക അല്ലേ? ഹായ് ജിനി, ഇഡ്ഡലി ഐഡിയ സൂപ്പർ, ഞാനും പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. എനിക്കെന്തായാലും ഞാൻ ഇൻസ്റ്റയിലിട്ടപ്പോൾ കുറേ ഒരു കമൻറ്റ് അങ്ങനെ വന്നിരുന്നു, കുറേ അല്ല ഒരു കമൻറ്റ് വന്നിരുന്നു, അങ്ങനെ ഹാർഡാണെന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും അല്ല കേട്ടോ, ഹാർഡേ അല്ല, സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. സെയിം പിച്ച്, ഞാനും 1991 ജനിച്ചത് എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ കുറേ ഹാർട്ടും അങ്ങനെ കുറേ ആക്കിയിട്ടുണ്ട്. അതുപോലെ ചായപ്പൊടി ഏതാ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ, താജ്മഹൽ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാനല്ല റിപ്ലൈ കൊടുത്തത്. പിന്നെ ഉപ്പ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെന്താണ്, ഞാനും ഫിഷ് ഫ്രൈ ആക്കിയ മസാല കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനും അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ നമ്മൾ എഗ്ഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നൊക്കെ ആവശ്യമുള്ള എഗ്ഗ് ഞാൻ വെള്ളത്തിലിട്ടു, അല്ലാത്ത എഗ്ഗ് ഞാൻ പാത്രത്തിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കും. പിന്നെ രാവിലെ തന്നെ ഞാൻ ഇന്ന് വെണ്ടക്ക കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഫിഷ് കറി ഉണ്ടാക്കിയതൊക്കെ തീർന്നു. 2 ദിവസത്തിന് വേണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്ന കറികൾ 2 ദിവസത്തിന് തികയാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ജീരകം ഉലുവ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഉപ്പും അതുപോലെ ഉള്ളിയും തക്കാളി പച്ചമുളക് വെണ്ടയ്ക്ക എല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുത്തു. വേറെ ഒന്നും ആക്കിയില്ല കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ എഗ്ഗ് ഇങ്ങനെ അഴുക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാനിതാ ബോയിലാക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എഗ്ഗ് പൊട്ടാണ്ട് നമുക്ക് അത് തൊലിച്ചെടുക്കാനും പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ വെണ്ടക്ക ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഇവിടെ കുറച്ച് ഞാൻ പാത്രങ്ങൾ കഴുകിയാണ്ട് അവിടെ വെച്ചിരുന്നു. അവിടെ ഭയങ്കര വർത്താനാണ് കേട്ടോ, നോയ്സ് ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ, അപ്പോൾ ക്ഷമിക്കുക. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു. വെള്ളം അവിടെ നിന്നിട്ട് കുടിച്ചു. നിന്ന് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്ന് കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞാൻ ആ ഒരു വായേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അതിന് വേണ്ടി നമ്മൾ ഹാളിൽ പോയി ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണത് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിൽ നിൽക്കുമ്പോൾ അതൊരു സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഇതിലോട്ട് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പുളിവെള്ളമാണ് ആവശ്യമുള്ളത്. നമുക്ക് ഫിഷ് കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി വെക്കാറുള്ളത്. ഞാൻ എന്നിട്ട് മക്കളോട് പറയേ ഫിഷ് കറി വിത്തൗട്ട് ഫിഷ് എന്ന് പറയട്ടോ. അപ്പോൾ അവരിങ്ങനെ നന്നായി എന്നൊക്കെ പറയാം. അവർക്ക് പൊതുവേ ഇഷ്ടമല്ല ഈ വെണ്ടക്ക കറി, ഞങ്ങൾക്ക് 3 പേർക്കേ ഇഷ്ടമുള്ളൂ. അങ്ങനെ അരച്ച തേങ്ങ അതിലോട്ടാക്കിയിട്ടുണ്ട്. എഗ്ഗ് അവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓഫാക്കി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു തള വന്നു കഴിഞ്ഞാൽ ഓഫാക്കും. വലിയ മൺചട്ടിയാണെങ്കിൽ ഇതിൻ്റെ കാൽഭാഗമേ ഉള്ളൂ കേട്ടോ കറി. എനിക്ക് പിന്നെ വലിയ പാത്രങ്ങൾ വേണം. അത് പൊതുവേ എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനും ഉണ്ടായിരുന്നു. പൊടിയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടേക്ക് ഒന്ന് തുടച്ച് വിട്ടിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇന്ന് ജിനിഞ്ച് ചായ കണ്ട് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ചായ കണ്ടിട്ട് ഉണ്ടാക്കാറുണ്ട് എന്നാൽ. അതേപോലെ എന്നെ പോലെ തന്നെ പുറത്ത് പോയി ചായ കുടിക്കാൻ ഇഷ്ടമല്ലാത്ത വിജി KC മസാല ചായയാണ് അത്ര ഉണ്ടാക്കാറ്. മസാല കട്ടൻ ചായയാണ് അത്ര ഉണ്ടാക്കാറ്. അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറഞ്ഞാൽ ഏലക്ക, ഗ്രാമ്പൂ, പട്ട പൊടിച്ചത് ചായ ഉണ്ടാക്കുമ്പോൾ ഇട്ട് ബോയിലാക്കി ചായപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നല്ലത് കേട്ടോ. 36 വയസ്സായിട്ടുള്ളൂ. 36 ആയോ? 36ാമത്തെ വയസ്സ് വരണേ ഉള്ളൂ. 35 എന്ന് പറഞ്ഞാൽ മതി. 36 ഒരു ദിവസം ഉണ്ടെങ്കിലും ഞാൻ 35 എന്ന് പറയും. 36 ആയ മാത്രമേ ഞാൻ 36 എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ഏജ്. പിന്നെ വീഡിയോയിൽ കൂടെ കമൻറ്റ് പറയണം. ജിനി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതുകൊണ്ട് ഞാൻ വീഡിയോ കാണൽ നിർത്തി. ഇപ്പോൾ ജിനി കമൻറ്റ് വായിക്കാൻ തുടങ്ങി, ഞാൻ വീഡിയോ കാണാൻ തുടങ്ങി. ഇനി നിർത്തരുത്. ഓക്കെ അമീർ. ഓക്കെ മുത്തേ. ഇനി കാരണം എൻ്റെ ലോങ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കണ്ടേ നിങ്ങളോട്.
അപ്പോൾ പിന്നെ ഇങ്ങനെ വായിച്ചുകൊണ്ടും അതിൻ്റെ റിപ്ലൈ തന്നുകൊണ്ടൊക്കെ ഇരിക്കണമല്ലോ. അങ്ങനെ അടിച്ചു വാറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഗ്ഗ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു എഗ്ഗ് അത്ര ശരിയായില്ല. പൊട്ടിയ എഗ്ഗ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിനെ അങ്ങോട്ട് കഴിക്കും കേട്ടോ. അതായത് ഞാൻ 2 എഗ്ഗാണ് ഡെയിലി കഴിക്കാറ്. ഫുൾ എഗ്ഗ് എടുക്കും. ഇന്ന് ഞാൻ 2 എഗ്ഗ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞു, ഇനി മേടിച്ചിട്ട് വേണം. അതുകൊണ്ട് അത് മാത്രമേ എടുത്തുള്ളൂ. ഇന്ന് മൊത്തത്തിൽ ഫ്ലോപ്പായൊരു ദിവസമായിരുന്നു. അതായത് ഇഡലി മാവ് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. ആകെ കൊളായിപ്പോയി. ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്നായി. എന്തായിന്നറിയോ, അതിൽ ഇച്ചിരി തരി ഉണ്ടല്ലോ പറഞ്ഞിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ദോശ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് അത് നടക്കില്ല എന്നുള്ളത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഇഡലി ഇതെങ്ങനെയൊക്കെയോ എടുത്ത ദോശയാട്ടോ. അത് ഞാൻ റിഹാൻ കഴിക്കാൻ കൊടുത്തു. പിന്നെ ആ മാവിനെ ഇഡലി തട്ടിൽ ഒഴിച്ച് എങ്ങനെയൊക്കെയോ ഇഡലിയൊക്കെ സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു. മീൻകറിയും മുളക് ചട്നി പൊടി ഇങ്ങനെ ഇഡലി ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുത്തത് കേട്ടോ. പിന്നെ മീൻകറി ഇഡലിയൊക്കെ അവർക്ക് നൊസ്റ്റുമാണ്. പണ്ട് ഇങ്ങനെ പുഴയിൽ നിന്നൊക്കെ പിടിച്ച മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് ഇഡലിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയേ. പൊതുവേ എനിക്ക് മീൻകറി ദോശയ്ക്കാണ് ഇഷ്ടം, ഇഡലിക്കല്ല. പുട്ടിലേക്ക് ഇഷ്ടമാണ്, വേറെ എന്തെങ്കിലും ഇഷ്ടമാണ്. ഇഡലിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് അങ്ങോട്ട് കടന്നുകൊണ്ടിരുന്നു. ഉണങ്ങിയ തുണികളൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചു. പിന്നെ ഒരു വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. പിന്നെ ചായപ്പൊടി ഏതാ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ താജ്മഹൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ വേഗം ഇനി ചായ വെക്കണം കേട്ടോ. ചായ വെച്ച ശേഷം പിന്നെയും നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നും കുക്കിംഗ് ഉണ്ടല്ലോ, ഇന്ന് മാത്രമല്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്യാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫിഷ് ഫ്രൈ ആക്കാനുണ്ട്, കറി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഓരോ വീഡിയോ കണ്ടിട്ടാട്ടോ കുക്കിംഗ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി പഞ്ചസാര ഇട്ട്, പഞ്ചസാരൻ്റെ ബോട്ടിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കാണാം. അതിന് മുമ്പ് നമുക്ക് FBയിൽ നമുക്ക് എന്തെല്ലാം കമൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇഡലിയുടെ റെസിപ്പി ആയിട്ട് ഇട്ടിരുന്നു കേട്ടോ. ജിനി ഹാവ് ടു സിറ്റ് ആൻഡ് സിപ്പ് ദ മോർണിംഗ് കോഫി വെരി കാം ആൻഡ് പീസ്ഫുള്ളി. ഓക്കെ. പിന്നെ മാരേജ് അറ്റ് ദ ഓപ്പോസിറ്റ് ഏജ്. ഷഹാന ഇബ്രാഹിം എന്താണ് ആ കമൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് നാളെ ഒന്ന് പറഞ്ഞു തന്നെ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ സുഖമല്ലേ ജിനി ചോദിച്ചിട്ടുണ്ട്. അതേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ സാനിയ ബഷീർ 1991 ജനിച്ചതെന്ന് പറയുന്നുണ്ട്. മാർച്ച് എത്ര ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 13 കേട്ടോ എൻ്റെ ബർത്ത്ഡേ. ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തന്നോളൂ, സ്വീകരിക്കാം. കാരണം എനിക്ക് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട്. വേറെ എനിക്ക് ആരും അങ്ങനെ ഗിഫ്റ്റൊന്നും തരാറില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്ക് പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയൊരു ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ പാർട്ട്നേഴ്സ് എനിക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊടുത്തു വിട്ടു. പിന്നെ എൻ്റെ താത്ത എനിക്ക് കേക്ക് കൊടുത്തു വിട്ടു. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഹസ്ബൻഡും ഇതുപോലെ ബാഗ്, വാച്ച് മൊത്തം സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ചെറുപയർ പുഴുക്ക് ഉണ്ടാക്കുകയാണ്. പുഴുക്കെന്ന് മീൻസ് എണ്ണയൊന്നും ഇല്ലാണ്ട് ബോയിലാക്കി കുറച്ച് തേങ്ങ ഇടുക, അങ്ങനെയുള്ളൂ കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ടുകൊണ്ട് വേഗം ബോയിലാകും, കുക്കറിലിട്ട് അളിഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ സംഭവം. അതായത് നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങനെ നടുകെ കീറി നീളത്തിൽ അരിഞ്ഞ് ഏത് രീതിയിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈരാണ്, നല്ല കട്ട തൈര്. അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, ഗരം മസാലയും ചേർത്തി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തി കൊടുക്കുക. അപ്പോഴത്തേക്കും വെണ്ടക്ക ആയപ്പോൾ ഞാനത് ഇങ്ങനെ കോരിയെടുത്തു. ആ ഓയിലിൽ തന്നെ ഞാൻ ഇച്ചിരി വലിയുള്ളിയും 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ആവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തൈരിൽ ഒഴിച്ച് വെച്ച മസാലയൊക്കെ അല്ലേ, എല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകും നമ്മുടെ തൈര് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആകും. നല്ലപോലെ മിക്സ് ചെയ്തോ. ഇതിലോട്ട് ഉപ്പും ചേർത്തി എടുക്കുക കേട്ടോ. വേണമെങ്കിൽ
നമ്മുടെ ഉള്ളിയൊക്കെ ആയപ്പോൾ ഞാനൊരു 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ തൈര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ബോയിലായിട്ട് വരണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഒരിക്കലും പിരിഞ്ഞു പോകരുത്. ബോയിലായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് വെണ്ടക്ക കൊട്ടി കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഓഫാക്കി വെച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം കുറുകി വന്നിരുന്നു. ഇച്ചിരി കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഗതി ഭയങ്കര ടേസ്റ്റുണ്ട്, ചപ്പാത്തിയിലേക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മഷ്റൂം വെച്ചിട്ട് ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഷ്റൂം ബട്ടർ മസാല, ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വലിയുള്ളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു 10 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ ആയ ശേഷം മിക്സിയുടെ ജാറിൽ നല്ല പോലെ പേസ്റ്റാക്കി എടുക്കുക. ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയം വരട്ടെ, അപ്പോഴത്തേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും നല്ലപോലെ അരച്ചവിടെ വെച്ചിട്ടുണ്ട്. മഷ്റൂം 2 പാക്കറ്റ് ഉണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വെള്ളം വരും, കണ്ടില്ലേ. ഇനി ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണം. 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മസാല മണമൊക്കെ മാറട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച ഐറ്റംസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം കുറുന്നനെ വന്നിട്ടുണ്ട്. ഉപ്പും ചേർത്തി കൊടുക്കണം. പിന്നെ ഞാൻ ഇച്ചിരി ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല മണമാണ്, ടേസ്റ്റാണ്. ചപ്പാത്തിയിൽക്കും ചോറിൽക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നാടൻ രീതിയിൽ തന്നെ മഷ്റൂം ഉണ്ടാക്കണ പകരം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ആ കുക്കിങ്ങും കഴിഞ്ഞു. ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് മീനൊന്ന് എന്താ പറയുക മസാല കൂട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മസാല കൂട്ടി വെച്ചതാണ്, ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വലിയ സ്പൂണിൽ മുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. പിന്നെ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കാം. എണ്ണ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വിനീഗർ ചേർത്തിയിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി ഫിഷ് ഒന്ന് അതിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കമൻറ്റ് കണ്ടു. അതായത് പുട്ടിൻ്റെ ഇഡലി ഉണ്ടാക്കിയ ചാനലിലെ ആളെ കാണുമ്പോൾ ജിനിയുടെ കട്ടുമുണ്ട്. ഞാൻ അവരെ കാണുമ്പോൾ എവിടേക്കോ അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവരുടെ കണ്ണ് ഭയങ്കര അടഞ്ഞ കണ്ണുകളാണ് കേട്ടോ. ഈ ഭയങ്കര ക്ഷീണം തോന്നുന്ന രീതിയിലുള്ള കണ്ണുകളാണ്. ഞാൻ ഒരിക്കലും ബോഡി ഷേമിങ് അങ്ങനത്തെ ചെയ്തതല്ല. എൻ്റെ കണ്ണ് നല്ല വിടർന്ന കണ്ണുകളാണ് പടച്ചനുവദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കാണുന്നവരുടെ ഒരിതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇന്നത്തെ എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഞാനിന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാം. എല്ലാവരും അങ്ങനെ കുറേ ചോദിക്കാറുണ്ട് എന്നോട് എന്താണ് കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്കിതിൽ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ സെറ്റ് ആവുമോയെന്ന്, കറക്റ്റ് ആയാലേ സെറ്റ് ആവുള്ളൂ. നമ്മുടെ ഇഡലിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. ചോറ് കഴിക്കുന്ന പോലെ ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മസാല, ബട്ടർ മസാല എടുത്തിട്ടുണ്ട്. ഒരു ഫിഷ് ഫ്രൈയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. ചോറില്ലാന്ന് മാത്രം ബാക്കിയുള്ള കറികളൊക്കെ കഴിക്കുക. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡയറ്റ് ചെയ്യുന്ന ഒരു ഫീലൊന്നും എനിക്ക് വരാറില്ല. നമുക്ക് ഉപ്പും പുളിയും മുളകും ഒന്നും കഴിക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് ഒരുപാട് നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്നത്. സ്വീറ്റ് പിന്നെ ഞാൻ ക്രേവിങ്സ് എനിക്കില്ലാതിരിക്കാൻ ഞാൻ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ക്രേവിങ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇങ്ങനെ നോക്കുന്നത് ഇപ്പോഴത്തെ ഇഷ്യൂ അഹാന കൃഷ്ണൻ്റെ ഇഷ്യൂ ആണല്ലോ. അതിങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ റിയാക്ഷൻ ചാനൽ കാണുന്ന ഒരാളാണ്. അപ്പോഴത്തെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.